പാരീസിലെ തെരുവുകളിലൂടെ അതാ ഒരു ഉന്തുവണ്ടിയിൽ കുത്തി നിറച്ചതുപോലെ 16 കന്യാസ്ത്രീകളെ പട്ടാളക്കാർ കൊണ്ടുപോകുന്നു. ആ കാഴ്ച കാണാൻ റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകൾ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. അവരെ അത്ഭുതപ്പെടുത്തിയത് ആ കന്യാസ്ത്രീകൾ ആരും കരയുകയോ വിലപിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നതായിരുന്നു. ഫ്രഞ്ച് വിപ്ലവം ഭീകരതയും ക്രൂരതയും അഴിച്ചുവിട്ടിരുന്ന കാലത്ത് 1794 ജൂലൈ 17 ഒരു ദൃശ്യമായിരുന്നു ഇത്. മതപരമായ വിശ്വാസം നിയമവിരുദ്ധമാക്കിയ കാലം. സന്യാസ സമൂഹങ്ങൾ നിർബന്ധിതമായ പിരിച്ചുവിടലിന് വിധേയമായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിപ്ലവകാരികളുടെ ക്രൂരതകൾക്ക് ഇരകളാക്കപ്പെട്ടവരായിരുന്നു ആ 16 പേർ. 1794 ജൂണിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ജഡ്ജി കണ്ടില്ല. ആ ഉന്തുവണ്ടിയിൽ മരണത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവസ്തുതികൾ പാടുന്നുണ്ടായിരുന്നു. അസാധാരണമായ ആ ദൃശ്യം കാഴ്ചക്കാരെയെല്ലാം നടുക്കി. കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ കരയുന്നവരെ അല്ലാതെ പ്രാർത്ഥിക്കുന്നവരെ അവർ അതിനു മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്ലേസ് ഡു ഡ്രോൺ റെൻവേഴ്സിലേക്കായിരുന്നു അവരെ കൊണ്ടുപോയത്. അവിടെയായിരുന്നു വധസ്ഥലം. അവിടെ എത്തിയപ്പോൾ 78 വയസ്സുള്ള നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിസ്റ്ററെ പട്ടാളക്കാരിൽ ഒരുവൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. അപ്പോൾ ആ കന്യാസ്ത്രീ സിസ്റ്റർ ഷാർലറ്റ് പറഞ്ഞത്, ദൈവം എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെയും ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. 16 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സിസ്റ്റർ കോൺസ്റ്റൻസ് ആയിരുന്നു വധിക്കപ്പെടാൻ ആദ്യം നിശ്ചയിക്കപ്പെട്ട വ്യക്തി. സിസ്റ്റർ തന്റെ സുപ്പീരിയറിന് മുന്നിൽ മുട്ടുകുത്തി അനുഗ്രഹം യാചിക്കുകയും മരിക്കുന്നതിന് അനുവാദം ചോദിക്കുകയും ചെയ്തു. തൽക്കാലം നമ്മൾ പിരിയുന്നു, പക്ഷേ ദൈവപിതാവിന്റെ സന്നിധിയിൽ നമ്മൾ കണ്ടുമുട്ടും. മദർ ധൈര്യപ്പെടുത്തി. എല്ലാ ജനതകളും കർത്താവിനെ സ്തുതിക്കട്ടെ, എല്ലാവരും അവനെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം നമ്മുടെ മേലുണ്ട്. കർത്താവിന്റെ സത്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുക എന്നിങ്ങനെ പാടിക്കൊണ്ട് സിസ്റ്റർ കോൺസ്റ്റൻസ് രക്തസാക്ഷിത്വം വരിച്ചു. അപ്പോഴൊക്കെ കൂടെയുണ്ടായിരുന്ന കന്യാസ്ത്രീകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അവസാനം ഗില്ലറ്റിന്റെ ബ്ലേഡിലേക്ക് തന്റെ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നത് സിസ്റ്റർ ഹെൻറിയേറ്റിനായിരുന്നു. ആ സിസ്റ്ററുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന നിമിഷത്തിൽ മാത്രം ചുറ്റുപാടിൽ നിന്ന് സ്തുതികൾ ഉയർന്നില്ല. കാരണം 15 പേരും അതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നുവല്ലോ. കന്യാസ്ത്രീകളുടെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാന വ്യക്തിയും ക്രൈസ്തവ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത മാക്സിമിലിയൻ റോബർട്സ്പിയറി ഗില്ലറ്റിനിൽ വീണ് കൊല്ലപ്പെട്ടു. അതോടെ ഭീകരതയുടെ വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കപ്പെടുകയും ചെയ്തു. കന്യാസ്ത്രീകളുടെ രക്തസാക്ഷിത്വമാണ് റോബർട്സ്പിയറിയുടെ മരണത്തിന് കാരണമെന്ന് പരക്കെ പ്രചരണങ്ങൾ ഉണ്ടായി. കോമ്പെയിനിലെ രക്തസാക്ഷികൾ എന്നാണ് ഈ സിസ്റ്റർമാരെ പിന്നീട് ലോകം വിശേഷിപ്പിച്ചത്.